കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കള മുറ്റത്തും വീട്ടുപറമ്പിലുമൊക്കെ ഈ ഒരു മഴ സമയത്ത് കാട് പോലെ വളർന്നു വരുന്ന പുല്ല്, അതിനെ എങ്ങനെ നമുക്ക് ഓർഗാനിക്കായി പരിസ്ഥിതിക്കൊന്നും ദോഷം വരാത്ത വിധത്തിൽ, അതുപോലെ തന്നെ കൃഷികൾക്കൊന്നും ദോഷം വരാത്ത വിധത്തിൽ എങ്ങനെ നമുക്ക് ഈസിയായി നശിപ്പിക്കാമെന്ന ഒരു വിഷയമാണ് ഇന്നത്തെ കൃഷി മാസ്റ്ററിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇവിടെ കാട് പോലെ വളർന്നു നിൽക്കുന്ന ഈ പുല്ലിലാണ് നമ്മൾ പരീക്ഷണം നടത്താൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് കണ്ടറിയാം. അപ്പോൾ പുല്ലുണക്കാനുള്ള ജൈവ കീടനാശിനി ഉണ്ടാക്കി നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായും വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി എന്തായാലും നമ്മുടെയൊക്കെ വീടുകളിൽ അച്ചാറുണ്ടാക്കുന്നതിനും മറ്റു പല പല ആവശ്യങ്ങൾക്കുമായി വാങ്ങിയത് ഇരിപ്പുണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ് പൊടിയാണ്. അതുപോലെ തന്നെ മൂന്നാമതായി വേണ്ടത് സോപ്പ് പൊടിയുമാണ്. ഈ 3 ഐറ്റംസും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറുള്ള വസ്തുക്കളാണ്. ഉപ്പും സോപ്പ് പൊടിയും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ഇനി വിനാഗിരി വീട്ടിൽ ഇല്ലെങ്കിലും 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. കാട് പോലെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്പമൊക്കെ പൈസ ചിലവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാളെ കൂലിക്കൊക്കെ നിർത്തി പുല്ല് ചെത്തിച്ചാൽ ഒരു ദിവസത്തെ കൂലി എന്തായാലും കൊടുക്കേണ്ടതായും വരും. അപ്പോൾ ഈ 3 ഐറ്റംസ് വെച്ച് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 1/2 ലിറ്റർ വിനാഗിരി ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. അതിനുശേഷം ഉപ്പ് പൊടി ഒരു 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമതായി സോപ്പ് പൊടിയാണ് വേണ്ടത്. അതും ഒരു 2 സ്പൂൺ അളവിൽ സ്പ്രേ ബോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി കുലുക്കി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും സോപ്പ് പൊടിയും വിനാഗിരിയും നല്ലപോലെ മിക്സ് ആവുന്നവരെ ഷേക്ക് ചെയ്യാം. അതിനുശേഷം പുല്ലിലേക്ക് കഴിയുന്നതും മണ്ണിലേക്കൊന്നും ആവാത്ത വിധത്തിൽ പുല്ലിൻ്റെ അഗ്രഭാഗത്തൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. ഞാനിവിടെ 1/2 ലിറ്റർ വിനാഗിരിയിലേക്കുള്ള കീടനാശിനിയുടെ അളവാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിലും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പിൻ്റെയും സോപ്പ് പൊടിയുടെയും അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ പുല്ലുള്ള ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മഴ സീസൺ ആയതുകൊണ്ട് എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല. ഇത് നമ്മൾ സ്പ്രേ ചെയ്തതിനു ശേഷം ഒരു 2 മണിക്കൂർ മഴയില്ലാതെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ പരീക്ഷണം ഫലിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ കീടനാശിനി സ്പ്രേ ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 ദിവസം കൊണ്ട് പുല്ലിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക്. 2 ദിവസം ആയപ്പോഴേക്കും പുല്ലിൻ്റെ അഗ്രഭാഗത്തൊക്കെ ഒരു മഞ്ഞ കളറിൽ പഴുപ്പ് ബാധിച്ച പോലെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല കരുത്തായി നിന്നിരുന്ന പുല്ലുകളെല്ലാം ചരിഞ്ഞ് വീണ് കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞ് 5ാമത്തെ ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ പുല്ലുകളെല്ലാം കടഭാഗം മുതൽ മുഴുവനായിട്ടും ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ട് പോലും ഇത്ര നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. മണ്ണിലൊന്നും ആവാതെ ഇലകളിൽ മാത്രമാണ് ഞാൻ സ്പ്രേ ചെയ്തിട്ടുള്ളത്. ഞാൻ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യ തവണ കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഒരിക്കൽ കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഉപ്പ് ചേർക്കാതെ വിനാഗിരിയും സോപ്പ് പൊടിയും മാത്രം മിക്സ് ചെയ്ത് അടിച്ചാലും ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുപറമ്പിൽ ഇതേപോലെ കാട് പിടിച്ച് പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് ഉണക്കി കളയാവുന്നതാണ്. ഇനി ഉപ്പ് ചേർത്താൽ മണ്ണിന് ദോഷം വരുമെന്ന് സംശയമുണ്ടെങ്കിൽ മണ്ണിലാവാതെ പുല്ലിൻ്റെ അഗ്രഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താലും 5 ദിവസം ആകുമ്പോഴേക്കും എല്ലാ പുല്ലുകളും ഉണങ്ങി കിട്ടുമെന്നത് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.